What is that? Guys, strike. Fish on, guys, fish on. Fish on. കീറിനില്ലല്ലേ ഈ സാധനം. എൻ്റെ പൊന്ന് ഗൈസ്, സാധനം കണ്ട എന്ത് പെട്ട് വന്നിട്ട് ബേബി പാണ്ടായ മടിച്ച മീനാണ്ടാ. എന്ത് പെട്ട് വന്നിട്ട് എല്ലാ പ്രാവശ്യം ഈ സ്റ്റിക്ക് എടുത്ത് തുടക്കം ഇട്ട സ്ഥലം ഇതാണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴും ഇവിടെ നിന്ന് തന്നെ മീൻ കയറി. എൻ്റെ പൊന്നെ കഴിച്ച് എന്താ അടിയടിച്ച് എന്നുള്ള അടിയായിരുന്നു. ഇതൊക്കെയാണ് സ്ട്രൈക്കുകൾ, അൺഎക്സ്പെക്റ്റഡ് സാധനം. മുതലാണ് കേട്ടോ. ഒരു 500 ഗ്രാം ഉണ്ടാവണം എന്ന് തോന്നുന്നു. 300-400 ഗ്രാം സൈസ്. 500 ഉണ്ട് വയസ്സ്. കണ്ടോ നല്ല കിണ്ണ സാധനം. കണ്ടാ ഇത് രസമായിട്ടുള്ള മീനാന്ന് നോക്കിയേ. എടുത്ത് കണ്ട ബേബി പാണ്ടാട്ടാ. നല്ല കിട്ടിലാനായിട്ടുള്ള എടുത്തിട്ടുണ്ട്. വണ്ണാക്കിക്ക് കണ്ട. ഇങ്ങനത്തെ ചെറിയ സൈസ് ഏരിയസിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്സ് ആണ് കേട്ടത്. കുഞ്ഞൻ ബ്രാവോടെ ബേബി പാണ്ടയാണ്. കണ്ട ഇത്ര രസമാണ് നോക്കിയേ. കണ്ടാ മീനെ കാണാൻ തന്നെ എന്ത് രസം, എന്ത് സൈസുള്ള മീനാന്നൊരു പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഓക്കെ, നമുക്ക് അവനെ വായ നോക്കൂര ഇടുങ്ങ. അതെ ഇവിടുന്ന് വേണ്ട. നല്ല ബേബി പാണ്ടാട്ടാ, ബ്രാവോടെ ബേബി പാണ്ട. എന്നാ സാധനമാണെന്നറിയോ, സൈസ് മീൻ. എന്താ കിള മീനെ പിടിക്കുമല്ല, ഇത് വിരാലിനെ പിടിക്കാതെ മാത്രമുള്ള സാധനമാണ്. ഇവരൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഫിഷ് ഓൺ കൈ, ഫിഷ് ഓൺ. കൈ പൊളിഞ്ഞു. എൻ്റെ പൊന്ന് കൈ. സെക്കൻഡ് വൺ കേട്ടോ. ബ്രാവോ പാണ്ടായ്മ. പ്രാവശ്യം തകർപ്പണാണ്. വെള്ളം ബൂട്ടുണ്ടാലേ, വീണ്ടും ഇടാലേ ആണ് ഗൈസ്. സെക്കൻഡ് വൺ കേട്ടോ മോൻ. അതും സൈസുള്ള മീനാണ് കേട്ടോ കയറിയുള്ള. കണ്ടില്ലേ നല്ല ഇവിടെ മീൻ. നാട്ടിൽ വന്നപ്പോൾ തകർപ്പനാണ് ഇപ്രാവശ്യം മൊത്തം. എറിയണേലൊക്കെ മീനടിയാണ്. എൻ്റെ അടുത്തൊക്കെ നല്ല ബ്രാവോ പാണ്ട. അത് ബേബി പാണ്ടയാണ്, വലുതല്ല കേട്ടോ, കുഞ്ഞിപ്പാണ്ടയാണ്. എടുക്കുക, ഹുക്ക് എടുക്കുക, കണ്ണാക്കിയൊക്കെ എടുക്കുകയാണ് ഇവരാല്. വായ കൈയിട്ടാൽ കടിക്കും. അപ്പോൾ പല്ലുമ്മ കൊള്ളാതെ നമ്മൾ എടുക്കണം. ചാവില്ല, അങ്ങനെ ചാവില്ല. അത് വേണ്ട. വേണ്ടില്ലേ നല്ല നൈസ് സാധനം. വേണ്ടില്ലേ എടുക്കണത്. ഇതേ ഇതിലത്തെ ഫ്രോഗ് ഉണ്ടാവും. ബേബി പാണ്ടാട്ടാ. കിണ്ണ റിസൾട്ടാണ്. നല്ല ഞാൻ ഇപ്പോൾ കുറേ മീനെ പിടിച്ചു. നമുക്ക് വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കാണുന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അല്ല ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നെയ്റ്റ് പീസ് രക്ഷല്ല. സെറ്റ് സാധനം ഫിഷ് കേട്ടാ. വേണ്ടില്ലേ
വരുന്നു മുന്നേ വരുന്നു കാശ്. സ്ട്രൈക്ക് എങ്ങനെയുണ്ട് കാശ്? ഞാൻ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന മീനാണ്. ആ അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് വേടാ ഇവിടെ എവിടെയും ഉണ്ട് ആള്. ഭാഗ്യമില്ല. അത് വരുന്നേ ലക്കുണ്ടെങ്കിൽ അടിക്കൂട്ടാ. വേറെ ഉണ്ടോ അവിടെ? നീ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഗോയ്സ് എൻ്റെ തലയുടെ മുകളിൽ വന്നിട്ടുണ്ട്, അടിയിൽ വന്നിക്കുന്ന ഐസയ്ക്ക് കാണാം മീനെ. അല്ല ചെറുമീൻ പോലത്തെ പിടിച്ചോ. സെക്കൻഡ് വിഷ് ഓഫ് ദി ഡേ. കരക്കന്നടിച്ചു കഴിച്ച് പെട്ടെന്ന് വലിച്ച് പറിച്ച് കറക്കി കിടേണ്ട അവസ്ഥയായി. ഇതാട്ടാ ബേബി പാണ്ടാട്ടാ അടിച്ച മീൻ. അടിച്ച ഫ്രോഗ് കിട്ടില്ല സാധനം. മീൻ കാണിച്ചാൽ ഒരു മിനിറ്റ് അടി. ഫസ്റ്റ് മീൻ കാണിച്ചു കൊടുക്കട്ടെ. നിന്നെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ സമ്മതിക്കണല്ലോ കേട്ടോ ഒരു പൊടിക്ക് പിടിക്കാൻ. വേണ്ട ഇതേണ്ട നല്ല കിണ്ണ സാധനം. മൂന്നാമത്തെ മീൻ ഇട്ടാ വന്നിട്ടൊരു 15 മിനിറ്റ് ആയിട്ടില്ല. എത്ര മീൻ അടിച്ചെന്ന് അറിയുന്നു. തേടിട്ടാ മൂന്നാമത്തെ മീനെ. ഒക്കെ കുടിക്കുന്ന മീനുകൾ. ചോരണ്ട് വേണ്ട. അവിടെ നല്ലൊരു സ്പേസ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രാലിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനത്തെ സ്പേസിലൊക്കെ ആയിരിക്കും ബ്രാലിക്ക് ഉണ്ടാവുക. ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് അല്ലെങ്കിലും പോയതെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗ്യാപ്പാണ്. ഓക്കെ, ക്ലോസ് ആയിട്ടുണ്ട്. ബ്രാലുണ്ടെങ്കിൽ സ്ട്രൈക്ക്. ഡ്രാഗ് ലൂസായിരുന്നു. നല്ല മീനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ആ സ്ഥലത്ത് ബ്രാലുണ്ടായി. പറഞ്ഞ എങ്ങനെയുണ്ട്? അതാണ് പറഞ്ഞ മീനടിയും. അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരും നിങ്ങൾക്ക് എവിടെ മീൻ നിൽക്കണേ എവിടെ മീൻ ഇല്ലാത്തത് എന്നുള്ളത്. മനസ്സിലായോ? അതാണ് ഈ ടിപ്സൊക്കെ മാക്സിമം യൂസ് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക, മീനെ പിടിക്കുക.